ഹലോ ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്തായാലും എൻ്റെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നതിനും എല്ലാവരുടെയും സപ്പോർട്ടുള്ളതിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു മഹാമാഘയജ്ഞം, കേരളത്തിൻ്റെ കുംഭമേള. നമ്മൾ ഉത്തർപ്രദേശിലൊക്കെ മഹാകുംഭമേള നടന്നതൊക്കെ കണ്ടു. അതൊന്നും പോയി കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടുത്ത് തിരുനാവായ നിളാതീരത്ത് തിരുനാവായ അമ്പലത്തിൻ്റെ പരിസരത്തിലായിട്ടാണ് ഈ കേരളത്തിൻ്റെ കുംഭമേള നടക്കുന്നത്. അപ്പോൾ പോണം എന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു. ഇപ്പോൾ ജനുവരി 18 മുതലാണ് തുടങ്ങിയത്. ഫെബ്രുവരി 3 വരെയാണ് അതുള്ളത്. മലപ്പുറം ജില്ലയിലാണ്, തിരുനാവായ ക്ഷേത്ര പരിസരത്താണ്, നിളാതീരത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഞങ്ങളൊരു വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ടാണ്, 6 മണി 6:15 കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട്, പാർക്കിംഗ് ഏരിയ ഒക്കെ കുറവാണ്, റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. എങ്കിലും എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. അവിടെ ചെന്ന് മണൽപ്പരപ്പിലൂടെ ആ നടത്തം ഒക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അകലെന്ന് തന്നെ അവിടുത്തെ അമ്പലമല്ല, അവിടെ ആ യജ്ഞവേദിയിലത്തെ ഇങ്ങനെ അവിടുത്തെ പ്രാർത്ഥനകളുടെയൊക്കെ ഒച്ച ഇവിടെ മുഖരിതമായിരുന്നു. അവിടെ നമ്മുടെ ചെവിയിലൊക്കെ വല്ലാതെ ഇങ്ങനെ അലച്ചുകൊണ്ടിരുന്നിരുന്നു. ഭയങ്കര ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു. ഞാൻ വേറൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ടും എല്ലാതുമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മ്യൂട്ടായിട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രൂപത്തിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഗംഗാ നദീതീരത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കർമ്മികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഒരു പ്രത്യേക തരം അന്തരീക്ഷമായിരുന്നു അവിടെ. നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. നമ്മളൊരു ഇന്ത്യൻ പൗരനായതിൽ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലത്തെ എല്ലാ നദികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ജലസ്രോതസ്സുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് അവിടെ ഓരോ യജ്ഞങ്ങളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യജ്ഞത്തിലേക്ക് അങ്ങോട്ട് കടക്കുന്ന ചില ഭാഗങ്ങളിൽ ഇങ്ങനെ യജ്ഞം, അതുപോലെ അമ്പലം പോലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സോപാന നൃത്തം അവിടെ നിലപാട് തറയുണ്ടല്ലോ, അവിടെ അരങ്ങേറിയിരുന്നു. ആ സോപാന നൃത്തം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സോപാന നൃത്തത്തിൽ കുറച്ച് നേരം അവരതിൻ്റെ പ്രഭാഷണം പോലെ അങ്ങനെ പറയും. അതിൽ ആനുകാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നടത്തിയിരുന്ന കലാകാരൻ്റെ പേര് എനിക്കറിയില്ല. ആ കലാകാരൻ നടത്തിയിരുന്നു. അതുകൂടാതെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പദം പോലെ പാടിയും കൊണ്ട് ഇങ്ങനെ നൃത്തം അവതരിപ്പിച്ചിരുന്നു. അതൊരു എൻ്റെ അനുഭവത്തിൽ അതൊരു വേറിട്ടൊരു അനുഭവമായി. കാരണം ഒരുപാട് കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു തരുന്നത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു. മൊബൈൽ അഡിക്ഷനെ പറ്റി പറഞ്ഞു. അതുപോലെ ഇപ്പോൾ കർണൻ്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. കർണൻ്റെ കഥകൾ അവിടെ അവതരിപ്പിച്ചു. ശ്രീകൃഷ്ണൻ്റെ അവതാരത്തെ പറ്റി സംസാരിച്ചു. അതും നൃത്താവിഷ്കാരത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് അതിൽ അനുഭവിച്ചിരുന്നത്. നല്ലൊരു രസകരമായ കാര്യമായിരുന്നു അത്. അതുകൂടാതെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു തടയണ പോലെ, അതായത് ഒരു പാലം പോലെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്നവരാണ് ആ ഭാഗത്ത് കൂടെ പോയിരുന്നത്. ഞങ്ങളിങ്ങനെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് ക്രോസ് ചെയ്യാതെ തന്നെ ഞങ്ങൾക്ക് ഇപ്പുറത്തേക്ക് കടക്കാമായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ കുറച്ച് നേരം ആ പാലൊക്കെ ഒന്ന് നോക്കി നിന്നു. അവിടെയൊക്കെ നല്ല തിരക്കാണ്. ഒരുപാട് ജനങ്ങൾ വന്ന് എത്തിയിട്ടുണ്ട്. ഇത്രയധികം ജനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് തോന്നും. നദീനെക്കാട്ടിലും നദി ഒഴുകുന്ന പോലെ ജനങ്ങൾ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ടും അതുപോലെ തന്നെ നദിയിൽ ഒഴുകുന്ന പോലെ ജനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആബാലവൃദ്ധം ജനങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ നല്ല രീതിയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഇതിലായിരുന്നു. പിന്നെ അവിടെ നമ്മൾ സാധാരണ ഒരു പൂരം ഉത്സവം അല്ലെങ്കിൽ പെരുന്നാൾ അങ്ങനെയൊന്നും പോകുന്ന പോലത്തെ ഒരു ഫുഡ് ഐറ്റംസ് അങ്ങനെ സൈഡിൽ വെക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. കാരണം നദീതീരാണ്. നദീനെ മാക്സിമം
നദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ പ്ലാസ്റ്റിക്കുകളൊന്നും അവിടെ ഉപയോഗിച്ചിരുന്നില്ല. അതിനൊക്കെ വേണ്ട ശ്രദ്ധകളൊക്കെ അവിടെ കൊടുക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഓരോ കാര്യങ്ങളും അവർ വിളിച്ച് പറയുന്നുണ്ട്. തിരക്കുകൾ വരുമ്പോൾ ആഭരണങ്ങൾ സൂക്ഷിക്കണം, അതുപോലെ തിരക്കുകൾ വരുമ്പോൾ കൈവിട്ട് പോവാതിരിക്കാനുള്ളതും, അതുപോലെ കൈവിട്ട് പോയവരെ ബന്ധപ്പെടുത്താനുള്ള കാര്യങ്ങളും ഒക്കെ അവർ അവിടെ അങ്ങനെ അനൗൺസ് ചെയ്യുന്നതായിട്ടുണ്ടായിരുന്നു. പിന്നെ യജ്ഞവേദികളുടെ ആ ഭാഗത്തേക്കൊക്കെ കടക്കുമ്പോൾ നമ്മൾക്ക് ചെരുപ്പൊന്നും അനുവദനീയമല്ല കേട്ടോ. ചെരുപ്പ് നമ്മൾ മാറ്റി, ചെരുപ്പ് അവിടെ വേറെ സ്ഥലത്ത് അഴിച്ചിട്ടിട്ട് വേണം നമ്മൾ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട്. പിന്നെ അവിടെ അങ്ങനെ ആരതി ഒഴിയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ചടങ്ങിനെ പറ്റിയിട്ടൊന്നും പ്രത്യേകിച്ച് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോഴത്തെ കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആരതി ഒഴിയുന്ന ഒരു ചടങ്ങ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്കും വേണമെങ്കിൽ ചെയ്യാം. അതൊന്നും നമുക്ക് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കൈമാറി വന്നപ്പോൾ ഒരു വാഴയുടെ ഒരു ഇതിലങ്ങനെ ആയിട്ടൊരു വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ ആരതി ഒഴിയാനുള്ള ഒരു അവസരം ലഭിച്ചു. അതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അവിടെ കൊച്ചുകുട്ടികൾക്കൊക്കെ നല്ല രസകരമായിരിക്കും, നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും. പിന്നെ ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ഫയർ വർക്ക്സൊക്കെ ഉണ്ട്. ചെറിയ തോതിലാണ്, മിട്ട് പോലെ, പക്ഷേ എങ്കിലും നല്ല വർണ്ണാഭമായ കാഴ്ചയായിരുന്നു. പിന്നെ പലരും വീഡിയോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു, കാണുന്നതിനെക്കാട്ടിലുപരി വീഡിയോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എനിക്ക് വീഡിയോ എടുക്കണതിന് ശരിയായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള കുറച്ച് വീഡിയോസാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇത് അവസാനിക്കുള്ളൂ. അതിനു മുൻപ് പറ്റുന്നവർ ജസ്റ്റ് ആ യജ്ഞഭൂമിയിലേക്ക് ഒന്ന് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ എത്തിച്ചേരുക. നല്ലൊരു അനുഭവമാണ് അത്. എല്ലാവരും കാണേണ്ടതും കേൾക്കേണ്ടതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ. എന്തായാലും ഞങ്ങൾ കുടുംബമായിട്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിനും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ആഗ്രഹത്തിൽ വന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. സോപാന നൃത്തം ചെയ്തിട്ടുള്ള ആ കലാകാരനും ഒരുപാട് നന്ദി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. പോയി കാണാൻ സാധിക്കുന്നവർ പോയി കാണാൻ ആവട്ടെ.